ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു സിനിമയുടെ ട്രെയിലർ റിലീസായിരുന്നു. അത് റിലീസായ ടൈമിൽ ആ നായകൻ്റെ ഡയലോഗ് ഡെലിവറി പോരാ, ഇമോഷൻസ് ഒന്നും അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹേറ്റേഴ്സ് സോഷ്യൽ മീഡിയയിൽ ട്രോൾസും കമൻസൊക്കെ ആയിട്ട് വന്നായിരുന്നു. പക്ഷേ ആ നായകൻ ഇവരോട് പ്രതികാരം ചെയ്തത് ആ സിനിമയിലൂടെ ബെസ്റ്റ് ആക്ടറിൻ്റെ നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടാണ്. ഈ വിമർശിച്ചവരുടെയൊക്കെ ഇഷ്ട നടനൊക്കെ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള പ്രതികാരമായിരുന്നു അത്. അതിനും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, കുറച്ചല്ല 1-2 വർഷങ്ങൾക്ക് ശേഷം പുള്ളി വീണ്ടും ഒരു ഗസ്റ്റ് റോളുമായിട്ട് ഒരു സിനിമയിൽ വന്നായിരുന്നു. അപ്പോഴും വിമർശകർ ഇതേ ഡയലോഗ് തന്നെ അടിച്ച് പുള്ളിക്ക് ഡയലോഗ് ഡെലിവറി അങ്ങോട്ട് സെറ്റാകുന്നില്ല, മാസ് കാണിക്കാനായിട്ട് മുക്കുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് രംഗത്തേക്ക് വന്നായിരുന്നു. പക്ഷേ ആ സിനിമയിലെ ആ ഒരു ഗസ്റ്റ് റോൾ, വെറും 5 മിനിറ്റ് റോൾ വെച്ച് ആ സിനിമയുടെ തലവര തന്നെ പുള്ളി മാറ്റി എഴുതി. ട്രെൻഡ് സെറ്ററായിരുന്നു ആ ക്യാരക്ടർ. സെൻസേഷനായിരുന്നു സൗത്ത് ഇന്ത്യൻ, ഒന്നും പറയാനില്ല. ഒരു പടത്തിൽ ചെറിയൊരു ക്യാമിയോ റോൾ വെച്ച് ആ പടത്തിൻ്റെ മൈലേജ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള ഈ നടൻ, അതും നല്ലൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടിയാൽ നാഷണൽ അവാർഡ് പോലും നിസാരമായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാൻ സാധിക്കുന്ന ഈ മുതലിനെ വിമർശിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുക. കാര്യം ഇപ്പോഴും വിമർശിക്കുന്നുണ്ട്. ഇന്നലെ പുള്ളിക്കാരൻ്റെ പുതിയ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ ഇറങ്ങാൻ പോകുന്ന കരിയർ ഹൈപ്പ് പടത്തിൻ്റെ ട്രെയിലർ റിലീസായപ്പോഴത്തേക്കും ആ പടത്തിൻ്റെ ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളിൽ വന്ന് കമൻ്റ് ഇട്ട് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കമൻ്റ് ഇട്ട് അതേ അണ്ണന്മാർ തന്നെയാണ്, ഡയലോഗും സെയിം തന്നെയാണ്. സൂര്യയ്ക്ക് ഡയലോഗ് ഡെലിവറി പറ്റത്തില്ല, മാസ് കാണിക്കാനായിട്ട് മുക്കുന്ന അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും വന്നിട്ടുണ്ട്. അവരോട് 1 2 ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. കാര്യം നിങ്ങൾ ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ചോ. കാര്യം ഈ വിമർശിക്കുന്ന സൂര്യ ഹേറ്റേഴ്സ് എന്ന് പറയുന്നത് വിജയ് ഫാൻസ് അല്ലെങ്കിൽ അജിത് ഫാൻസ് ആണ്. ഇവരുടെ രണ്ടുപേരുടെ അല്ല, ഈ അജിത്തിൻ്റെയും വിജയുടെയും കരിയർ ഹയസ്റ്റ് ഗ്രോസേഴ്സ് എന്ന് പറയുന്നത് വിജയുടെ ലിയോയാണ് 600 കോടിക്ക് മുകളിലും. അജിത്തിൻ്റെ സിനിമയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ പുള്ളി 200 കോടിക്ക് മുകളിലേക്കൊന്നും വലിയ രീതിയിൽ ഗ്രോസ് എടുത്തിട്ടില്ല, 200 കോടി സംതിങ് ആണ്. അപ്പം ആ ലെവലിലാണ് ബോക്സ് ഓഫീസ് പവർ. ഇത് രണ്ടും നിസാരമായിട്ട് തകർത്തെറിയാൻ ചിലപ്പോൾ കങ്കുവയിലൂടെ സൂര്യയ്ക്ക് സാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ട്രോളുന്നവർ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോഴും തമാശയായിട്ട് എടുക്കും, എനിക്കറിയാം തമാശയായിട്ടേ എടുക്കത്തുള്ളൂ, ഇതിനെയും വിമർശിക്കാൻ വരും. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ, കാര്യം ബഡ്ജറ്റ് 350 to 400 കോടിയാണ്. ആ ബഡ്ജറ്റ് ശിവ ചുമ്മാ ചിലവാക്കിയിട്ടില്ല, നല്ല രീതിയിൽ വൃത്തിക്ക് മെനക്ക് തന്നെ പണി വെച്ചിട്ടുണ്ടെന്ന് ട്രെയിലർ കാണാൻ നേരത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 1 രൂപ പോലും കടലിൽ കളഞ്ഞിട്ടില്ല അവന്മാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പ് ക്വാളിറ്റിയിൽ സിനിമ വന്ന് പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ, പണ്ട് സൂര്യയ്ക്ക് പരീക്ഷണ ചിത്രങ്ങൾ ഇറങ്ങി പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടും ബോക്സ് ഓഫീസിൽ വലിയ പവർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. 7 24 ഒക്കെ ഇറങ്ങിയ ടൈമിലാണെങ്കിൽ മാർക്കറ്റ് കുറച്ച് ഇടുങ്ങിയതായിരുന്നു. പക്ഷേ ഇപ്പം വൈഡാണ്. സൂര്യയ്ക്ക് അത്രയും വൈഡ് മാർക്കറ്റ് ഇല്ലെങ്കിലും സിനിമയ്ക്ക്, പ്രത്യേകിച്ച് പാൻ ഇന്ത്യൻ ബിഗ്ഗസ്റ്റ് സിനിമകൾക്ക് വൈഡ് മാർക്കറ്റ് ഉണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളും കൂടി ഞാൻ പറയാം. നമ്മുടെ പുഷ്പയിലൂടെ അല്ലു അർജുൻ നേടിയത്, അത് പുഷ്പ ഇറങ്ങിയപ്പോഴത്തേക്കും AP തെലങ്കാനയിൽ അല്ലു അർജുൻ്റെ തന്നെ വൈകുണ്ഠപുരത്തിൻ്റെ കളക്ഷൻ പുഷ്പ ബ്രേക്ക് ചെയ്തില്ല. പുഷ്പ AP തെലങ്കാനയിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് റെസ്പോൺസ് ആയിരുന്നു. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ കത്തിയപ്പോൾ പടം ഇന്ത്യൻ സെൻസേഷനായിട്ട് മാറി. അതുപോലെ തന്നെ കങ്കുവ, സൂര്യ ഫാൻസ് അല്ലല്ലോ, അജിത് ഫാൻസും വിജയ് ഫാൻസും എത്ര ചത്ത് കുത്തിയിരുന്ന് ഡിഗ്രേഡ് ചെയ്ത് തമിഴ്നാട്ടിൽ ഡൗൺ ആക്കാൻ നോക്കിയാലും തമിഴ്നാട് മാത്രമല്ല മാർക്കറ്റ്. തമിഴ്നാട്ടിൽ ആദ്യത്തെ കുറച്ച് ദിവസമേ ഡൗൺ ആക്കാൻ സാധിക്കത്തുള്ളൂ പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ, പിന്നെ അങ്ങ് കത്തും. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, എസ്പെഷ്യലി ഇവർ ടാർഗറ്റ് ചെയ്തേക്കുന്ന നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിനെയാണ്. അവിടെ ബോബി ഡിയോളിനെ ഇറക്കി ഒരു കളി അങ്ങോട്ട് കളിക്കും. ആ സംഭവം, അത് സിനിമ പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും പറയാനില്ല, ഹേറ്റേഴ്സെ വായിൽ അണ്ണാക്കിലടിച്ച് കിട്ടും, ഒരു സംശയവും വേണ്ട. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ദി മരണ മാസ് എൻട്രി ഓഫ് നടിപ്പിൻ നായകൻ സൂര്യ ആഫ്റ്റർ എ ലോങ് ഇയേഴ്സ്. എന്തായാലും പുള്ളി തിരിച്ചു വരട്ടെ. ടയർ 1 വിറപ്പിച്ച ആ നായകൻ്റെ ബോക്സ് ഓഫീസ് തിരിച്ചുവരവ് തന്നെ കങ്കുവയിലൂടെ സാധ്യമാകട്ടെ. വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ട്രെയിലർ കണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും കങ്കുവ തീപാറിക്കും മക്കളെ, ഒരു സംശയവും വേണ്ട.